അത് അപകടത്തിലായിക്കൂടാ, സംരക്ഷിക്കപ്പെടണം. കാലാനുസൃതമായ പുരോഗതികൾക്കുണ്ടാവണം. ഇതെല്ലാം നാടും ജനങ്ങളും ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ രീതിയിൽ ഉള്ള ജനസഹസ്രങ്ങളുടെ ഒഴുക്ക് നടക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിപാടി എന്തിനാണ് ബഹിഷ്കരിക്കാൻ പുറപ്പെട്ടത് എന്ന് ആർക്കും പിടിയില്ലാത്ത കാര്യമാണ്. അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത കാര്യമാണത്. അവര് ഇവിടെ എന്തിനു ബഹിഷ്കരിക്കുന്നുവെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ആദ്യത്തേതാണോ? അതാണ് ജനങ്ങളെ അവരുടെ അനുഭവത്തിലൂടെ വിലയിരുത്തി. ഏതൊരു കൂട്ടരും നിഷേധ സമീപനം തുറന്നുകൊണ്ടേയിരിക്കണം. അതിൻ്റേതായ വിലയിരുത്തലുകൾ നാടും ജനങ്ങളും നടത്തും. ഇവിടെ എത്രയോ കാലമായി ഈ ഒരു നിഷേധ സമീപനം നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസും UDF-ഉം തുടരുകയാണ്. നമുക്കറിയാം, 2016 മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന്. തകരാത്ത ഒരു മേഖലയും അന്ന് കാണാൻ കഴിയുമായിരുന്നില്ല. നാടാകെ തകർന്ന അവസ്ഥയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട് ഈ അവസ്ഥ തുടരാൻ പറ്റില്ല എന്ന് കണക്കാക്കിയാണ് അന്നത്തെ തകർച്ചയിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്നതിന് അന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന കേരളത്തിൻ്റെ പുനരുദ്ധാരണത്തിനുതകുന്ന ഒരു കർമ്മ പദ്ധതി പ്രകടന പത്രിക രൂപത്തിൽ LDF പുറത്തിറക്കിയപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും LDF-നെ അധികാരത്തിലേറ്റിയത്. പക്ഷേ അധികാരത്തിലേറിയ LDF കണ്ടത് എല്ലാ കാര്യങ്ങളിലും നിഷേധ സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തെയായിരുന്നു. ഈ നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ LDF ഗവൺമെന്റ് പുറപ്പെട്ടെങ്കിലും അതിനെയെല്ലാം തള്ളിക്കളയുന്ന, അതിനോട് ഒന്നിനോടും യോജിക്കാത്ത സമീപനമാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചത്. ഈ നാടിൻ്റെ പുരോഗതി, അതിന് ആവശ്യം വേണ്ടിയിരുന്നത് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ പദ്ധതികൾക്ക് ആവശ്യമായ പണമാണ്. നമ്മുടെ സംസ്ഥാന ഖജനാവിന് അത്രയധികം ശേഷിയില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഖജനാവിന് ശേഷിയില്ല എന്ന ന്യായം വെച്ച് കേരളത്തിൻ്റെ വികസനം മരവിപ്പിക്കാനാവില്ല. അങ്ങനെ മരവിപ്പിച്ചാൽ നമ്മുടെ നാടിൻ്റെ
പുരോഗതിയാണ് തടയപ്പെടുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കാണ് തിരിച്ചടി ഉണ്ടാവുക. അപ്പോ കാലാനുസൃതമായ പുരോഗതി ഓരോ മേഖലയിലും നേടുക എന്നത് പ്രധാനമാണ് എന്ന് സർക്കാർ കണ്ടു. അതിനുവേണ്ടി ചെയ്ത ഒരു കാര്യം, ഒട്ടേറെ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ പണം കണ്ടെത്താനുള്ള ഒരു മാർഗമായിരുന്നു. ബജറ്റിന് പുറമെ പദ്ധതികൾ നടപ്പാക്കാനാവണം. അങ്ങനെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നല്ല പുരോഗതി ഓരോ മേഖലയിലും ഉണ്ടാകും. അതിന് സർക്കാർ കണ്ട മാർഗം നമ്മുടെ കിഫ്ബിയെ പുനർജീവിപ്പിക്കലായിരുന്നു. ഇത് നാടിനാകെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം, എല്ലാവരും പിന്താങ്ങാനിടയുള്ളൊരു കാര്യം എന്ന നിലക്കാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ ആശ്ചര്യകരമായ എതിർ സമീപനമാണ് കോൺഗ്രസും UDFും സ്വീകരിച്ചത്. എന്തിനാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് എന്ന് അന്നും ഇന്നും ആർക്കും പിടിയില്ല. കിഫ്ബിക്കെതിരെ തിരിയുന്ന നിലയാണ് കോൺഗ്രസും UDFും എടുത്തത്. വലിയ പരിഹാസം, പുച്ഛം പറഞ്ഞ പദ്ധതികളെക്കുറിച്ച് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ഏതാ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം? കിഫ്ബി വരുമ്പോ സർക്കാർ പറഞ്ഞു, ഈ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വർധനവ്, വിവിധ പദ്ധതികൾ ഏറ്റെടുക്കൽ, അതിനാണ് കിഫ്ബിയിലൂടെ പണം ചെലവഴിക്കുക. അപ്പോ ഭയങ്കര പരിഹാസം, എതിർപ്പ്, പുച്ഛിക്കൽ, ഇതെല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. എവിടുന്ന് പണം, എവിടുന്ന് കിട്ടും, ആര് തരും, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോ ആ എതിർപ്പെല്ലാം ഉണ്ടായെങ്കിലും കിഫ്ബി നല്ല രീതിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം നടത്തിയെന്ന് എല്ലാവർക്കും അറിയാം. 50,000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് 49,000 കോടി ആയിപ്പോയില്ല. 5 വർഷം പൂർത്തിയാകുമ്പോൾ 50-ന് പകരം 62,000 കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാനത്ത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അത് നാടിന്റെ വികസനത്തിന് വലിയ തോതിലാണ് വഴിവെച്ചത്. നമ്മുടെ വിവിധ മേഖലകൾ നല്ല തോതിൽ വികാസം പ്രാപിച്ചു വന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പൊതു ഗതാഗത മേഖല, എല്ലാറ്റിലും വലിയ തോതിലുള്ള ഇടപെടൽ കിഫ്ബിയുടെ ധനസ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന് നടത്താനായി. അതിൻ്റെതായ തെളിവുകൾ, അനേകം സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കിടക്കുക. പക്ഷേ ഇപ്പോഴും ആ എതിർപ്പ് വിട്ടിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇത് പറഞ്ഞത് ഏറ്റവും നല്ലൊരു കാര്യത്തെ അടക്കം എങ്ങനെ കോൺഗ്രസും UDFും സമീപിക്കുന്നു എന്നത്
കാണിക്കുന്നതിനാണ്. ഇവിടെ ആ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഗവൺമെന്റാണ്. ഓക്കിയും നിപ്പായും 2018 മഹാപ്രളയവും തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും 2 വർഷം ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയുടെ വരവും എല്ലാം നമ്മുടേതുപോലൊരു നാടിനെ വല്ലാത്ത തകർച്ചയിലേക്ക് എത്തിക്കാൻ മതിയായ കാര്യങ്ങളായിരുന്നു. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തലയിൽ കയ്യും വെച്ച് കരഞ്ഞിരിക്കുകയല്ല നമ്മൾ ചെയ്തത്. നമുക്ക് അതിജീവിക്കണമായിരുന്നു. അത് ഈ നാടിന്റെയും നാട്ടുകാരുടെയും ആവശ്യമായിരുന്നു. ഇതില് ആരോഗ്യകരമായ സമീപനം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനും UDF-നും സ്വീകരിക്കാനായോ? ഒരു ആപൽഘട്ടം വരുമ്പോൾ, വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഏത് നാടും ഒന്നിച്ചു നിൽക്കുകയാണല്ലോ വേണ്ടത്. ആ ഒന്നിച്ചു നിൽക്കൽ അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്ത് നിന്നുണ്ടായോ? സർക്കാർ ഒന്നിച്ചു നിൽക്കുന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. പക്ഷേ എല്ലാറ്റിനെയും തള്ളിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ സങ്കുചിത വീക്ഷണം, അതിന്റെ ഭാഗമായുള്ള എതിർപ്പുകൾ ഓരോ ഘട്ടത്തിലും ഉയർത്താനാണ് ഇവിടെ കോൺഗ്രസും UDF-ഉം ശ്രമിച്ചത്. LDF-നോടുള്ള രാഷ്ട്രീയ വിരോധമല്ലത്, നമ്മുടെ നാടിനെയാണ് ഇതാകെ ബാധിക്കുന്നത്. അപ്പോ നാടിനോടുള്ള വിരോധമായി ഈ സമീപനം ഫലത്തിൽ മാറുകയായിരുന്നു. നമ്മുടെ മഹാപ്രളയം നാടിനെ തകർത്ത് താണ്ഡവമാടിയപ്പോൾ നമ്മെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാതെ വേദനിച്ചു. എങ്ങനെ ഇനി ഈ നാട് ഈ ആപത്തിൽ നിന്ന് കരകയറി വരും എന്നതായിരുന്നു അവരുടെയെല്ലാം ആശങ്ക. നമുക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ പ്രത്യേക സഹായം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പക്ഷേ ആ സഹായം നമുക്ക് ലഭിച്ചില്ല. സാധാരണഗതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പ്രത്യേക പാക്കേജ് അനുവദിക്കും. അതും അനുവദിച്ചില്ല. ഇവിടെ കാണേണ്ട വസ്തുത, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് ഉന്നയിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും ഒരു UDF നേതാവും തയ്യാറായില്ല എന്നതാണ്. അവരുടെ മനസ്സിൽ എന്തായിരുന്നു? നാട് തകരുകയാണ്. ആ രീതിയിലാണ് പ്രളയത്തിന്റെ താണ്ഡവം നടന്നത്. ആ തകർച്ച ആസ്വദിക്കുന്ന ഒരു മനോഭാവം, അതിൽ സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഇതാണ് കോൺഗ്രസിനും UDF-നും ഉണ്ടായത് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്ര അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു. സാധാരണഗതിയിൽ അത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് വന്നാൽ അതിനിരയാകുന്ന സംസ്ഥാനത്തിലെ
എല്ലാവരും കൂടി ചേർന്ന് അതിനെതിരെ പ്രതിഷേധിക്കും. ഇവിടെ അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസോ UDF തയ്യാറായില്ല. അവർക്ക് ഈ നിഷേധ സമീപനം സ്വീകരിക്കുന്ന BJP ഗവൺമെന്റിനോടായിരുന്നു താല്പര്യം. ആ കേരള വിരുദ്ധ മനസ്സിനൊപ്പം ചേർന്ന് നിൽക്കാൻ കോൺഗ്രസും UDF തയ്യാറാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ നാടിനെ സഹായിക്കാൻ ചില രാഷ്ട്രങ്ങൾ സന്നദ്ധമായി. ആ രാഷ്ട്രങ്ങൾ നമ്മെ സ്നേഹിക്കുന്നവയായിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല. അത് വിചിത്രമായ അനുഭവമായിരുന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല പ്രകൃതി ദുരന്തമുണ്ടാകുന്നത്. നേരത്തെ ഒട്ടേറെ സംസ്ഥാനങ്ങൾ പ്രകൃതി ദുരന്തത്തിന് ഇരയായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള അന്താരാഷ്ട്ര സഹായം സ്വീകരിച്ചിട്ടുമുണ്ട്. ഇവിടെ നാം ഓർക്കേണ്ടത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം നേരത്തെ BJPയുടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ പ്രകൃതി ദുരന്തമുണ്ടായി. അതിന് ഗുജറാത്തിനെ സഹായിക്കുന്ന കൂട്ടത്തിൽ അന്താരാഷ്ട്ര സഹായവും ലഭിച്ചു. ഇതെല്ലാം സാധാരണ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ നാടിന് മാത്രം ഒരു പ്രത്യേക നില. ഈ അന്താരാഷ്ട്ര സഹായം ചില രാജ്യങ്ങൾ നൽകാൻ തയ്യാറായപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല. നേരത്തെ അന്താരാഷ്ട്ര സഹായം സ്വീകരിച്ച ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര സഹായം സ്വീകരിക്കില്ല എന്ന പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടാകുന്നത്. അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ കോൺഗ്രസിന്റെ നാക്കനങ്ങിയോ? ഏതെങ്കിലും UDFകാര് അതിനെതിരെ ശബ്ദിച്ചോ? എന്തുകൊണ്ട് അത് കേരള വിരുദ്ധ മനസ്സ് എന്ന രീതിയിൽ ഇവരുടെ മനസ്സ് രൂപപ്പെട്ടു. കേരള വിരുദ്ധ മനസ്സായി മാറിയ BJPയുടെ മനസ്സിനോടൊപ്പം കോൺഗ്രസിന്റെയും UDFന്റെയും മനസ്സ് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ജനങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. ഇപ്പോ ആ ഘട്ടത്തില് കേരളത്തെ സഹായിക്കാനായി നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഞങ്ങൾ ഇവിടുന്ന് സഹായിക്കാൻ തയ്യാറാണ്. അതിനൊരു കൂടുതൽ പ്രോത്സാഹനത്തിനായി ഏതെങ്കിലും ഒരു മന്ത്രി ഇവിടത്തേക്ക് വരണം എന്ന് പല രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി സഹോദരങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഓരോ രാജ്യത്തും പോകാനുള്ള മന്ത്രിമാരെ നിശ്ചയിച്ചു. മന്ത്രിക്ക് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ആ അനുമതി ചോദിച്ചു. ആ അനുമതിയെ നിഷേധിച്ചു. ആ അനുമതി നിഷേധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോടൊപ്പമായിരുന്നു UDF. കോൺഗ്രസ് അതിനെ മുക്തകണ്ഠം പ്രശംസിച്ചു.
ആരും അതിനെതിരെ ശബ്ദിച്ചില്ല. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിന്റെ രക്ഷക്കായി പ്രവാസി സഹോദരങ്ങൾ സ്വീകരിച്ച നിലപാട്, അത് അവിടെ പോയി സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ എത്തി. ഇത് എന്തുകൊണ്ട് കോൺഗ്രസും UDF-ഉം തുടർച്ചയായി ഇത്തരത്തിലുള്ള നിഷേധ സമീപനം സ്വീകരിച്ചു പോകുന്നു? അതാണ് പ്രശ്നം, നമ്മുടെ നാടിന്റെ ഗുരുതരമായ പ്രശ്നം. ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ കാര്യത്തിൽ എടുത്തു കാണിക്കാൻ പറ്റും. ഞാനിപ്പോ ഇനി അധികം ആ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നീട് ഒരു ഘട്ടം, കോവിഡിന്റെ ഘട്ടം, കടുത്ത സാമ്പത്തിക പ്രയാസം, രാജ്യമാകെ ചില സംസ്ഥാനങ്ങളിൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരുകൾ. നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നവും നേരിട്ടില്ല. പക്ഷേ വലിയ സാമ്പത്തിക വിഷമം നാം അനുഭവിച്ചു. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നമ്മുടെ ജീവനക്കാരുടെ മുന്നിൽ ഒരു അഭ്യർത്ഥന നടത്തി. ആ സാമ്പത്തിക വിഷമം പരിഹരിക്കാൻ ജീവനക്കാര് ഒരു മാസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം. ഇതായിരുന്നു സർക്കാർ വെച്ച ഓഫർ. അതേസമയം ഒരു മാസം ഒന്നിച്ചു ചെയ്യാൻ പറ്റാത്തവര് ഗഡുക്കളായി ഓരോ മാസമായി തന്നാലും മതി. ഇതും സർക്കാർ പറഞ്ഞു. എല്ലാവർക്കും ഈ വാങ്ങുന്ന പണം കൃത്യമായി തിരിച്ചു നൽകും എന്ന ഉറപ്പും നൽകി. പക്ഷേ എന്താണ് സംഭവിച്ചത്? ആ നിർദ്ദേശത്തെ എതിർത്തു. ജീവനക്കാരെല്ലാം വലിയ സന്തോഷം. കാരണം നാടിനെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഈ തരത്തിൽ സേവിക്കാൻ കഴിയും, നല്ലതാണ് എന്നാണ് അവരാലോചിച്ചത്. അവരതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കി. പക്ഷേ കഠിന എതിർപ്പ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉയർന്നു. ഇതുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ആ തരത്തിൽ തീർത്തും നിഷേധപരമായ സമീപനം എങ്ങനെയാണ് കോൺഗ്രസിന് UDF-ന് തുടർച്ചയായി സ്വീകരിക്കാൻ പറ്റുന്നത്? ഇതാണ് നമ്മുടെ അനുഭവം. ആ അനുഭവമുള്ള ജനങ്ങൾ കഴിഞ്ഞ കാലത്ത് ഇത്തരം ബഹിഷ്കരണങ്ങളെ അംഗീകരിച്ചു നിൽക്കുകയല്ല ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ എല്ലാ വികസന കാര്യങ്ങൾക്കും നല്ല പിന്തുണ ജനങ്ങൾ നൽകുകയുണ്ടായി. അതിന് നല്ല മാറ്റം നാട്ടിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല നിരക്ക് കൂടിയിരിക്കുകയാണ്. അത് ഈ 2017 ശേഷമുള്ള 2016 ശേഷമുള്ള വർഷങ്ങളിലെ ആഭ്യന്തര വളർച്ചാ നിരക്കെടുത്താൽ നമ്മുടെ സംസ്ഥാനം 8% വർധനവ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അഭിമാനകരമായ നേട്ടമാണിത്. ഒട്ടേറെ പ്രയാസങ്ങൾക്കിടയിലും ഈ തരത്തിൽ ആഭ്യന്തര വളർച്ചാ നിരക്ക് നേടാൻ കഴിഞ്ഞത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തനതു വരുമാനം നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് ഭീമമായ തോതിലാണ് വർദ്ധിപ്പിക്കാനായത്. നമ്മുടെ സംസ്ഥാനത്ത്
41% ഈ തനത് വരുമാനത്തിന്റെ വർധനവുണ്ടായത്. 41% തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? 2016 UDF ഗവൺമെന്റ് തുറന്നിരുന്നുവെങ്കിൽ അത് സാധിക്കുമായിരുന്നു. LDF സർക്കാർ നാട്ടിൽ നടപ്പാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അതുമായി സഹകരിച്ചു. നല്ല നിലയിൽ തന്നെ തനത് വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ രംഗങ്ങളിലുള്ള ഉൽപാദനം വലിയ തോതിലാണ് വർദ്ധിച്ചത്. നേരത്തെ 5 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ഉൽപാദനമാണ് കേരളത്തിൽ നടന്നിരുന്നത്. എന്നാൽ കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 5 നിന്ന് 10 ലക്ഷത്തിലേക്ക് 10 ലക്ഷം കോടിയിൽ പരം ആഭ്യന്തര ഉൽപാദനം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതെല്ലാം കേരളത്തിന്റെ നല്ല വളർച്ചയാണ് കാണിക്കുന്നത്. അതേസമയം നമ്മുടെ പ്രതിശീർഷ വരുമാനത്തിൽ നല്ല വർധനവാണ് നമ്മുടെ നാടിനുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇന്ത്യയിൽ തന്നെ അപൂർവ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ പ്രതിശീർഷ വരുമാനം ആ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. കണക്കുകൾ നേരത്തെ ിൽ നമ്മുടെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയായിരുന്നു. അത് ഇപ്പോ 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇത് കാണിക്കുന്നത് എന്താ? ഏത് രീതിയിൽ പരിശോധിച്ചാലും നമ്മുടെ നാട് നല്ലൊരു നിലയിലെത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു പുരോഗതി നേടാൻ കഴിഞ്ഞ നാടിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും അനുഭവിക്കേണ്ടതായിട്ടില്ല. പക്ഷേ നാം കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു. എന്താണ് അതിന് കാരണം? അവിടെയാണ് നാം കാണേണ്ടത്. സംസ്ഥാനത്തിന്റെ വരുമാനം അത് സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, അതിന്റെ കൂടെ വേറെ ചിലത് കൂടി ചേരേണ്ടതുണ്ട്. അതിലൊന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ഇനങ്ങളിലുള്ള വിഹിതമാണ്. അതിലൊന്ന് നികുതി വിഹിതമാണ്. പക്ഷേ നമ്മുടെ നികുതി വിഹിതത്തിന്റെ കാര്യം വരുമ്പോൾ കേന്ദ്ര സർക്കാർ ചവിട്ടിപ്പിടിക്കുകയാണ്. അതിൽ വല്ലാത്ത കുറവ് വരുത്തുകയാണ്. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം ലഭിക്കുന്നില്ല. മറ്റൊന്ന് റവന്യൂ കമ്മി ഗ്രാന്റാണ്. സാധാരണഗതിയിൽ ഇതെല്ലാം മാനദണ്ഡമനുസരിച്ച് സുതാര്യമായി നടക്കേണ്ടതാണ്. പക്ഷേ അതിലും വലിയ തോതിൽ കുറവ് വരുത്തുന്നു. ഇതെല്ലാം കേരളത്തെ പ്രത്യേകം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഇതിനോട് ഒപ്പം തന്നെ കാണേണ്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുടെ വകയായി പണം ലഭിക്കേണ്ടതുണ്ട്. ആ പണം സംസ്ഥാനം ആദ്യം ചെലവിടുകയാണ്. ചെലവിട്ട പണം തരുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ആ പണം തരാൻ മടിക്കുകയാണ്. അത് എത്രയാണ്? 5,000 കോടിയിൽ പരം രൂപ. അതിലേറിയ കൂറും നമ്മൾ ചെലവിട്ട് കഴിഞ്ഞതാണ്.
എന്താണ് ഇത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്? നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള പോക്ക് തടയുക എന്ന ഹീനമായ ഉദ്ദേശം തന്നെയാണ് ഇതിനു പിന്നിൽ. ഒരിടത്തും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു സമീപനം സ്വീകരിച്ചു പോവുകയാണ്. ഇത് ഒരു ഭാഗം. ഇതായാലും കേരളത്തിന്റെ കയ്യിൽ കിട്ടുന്ന മൊത്തം വരുമാനത്തിന്റെ ആകെയാകുന്നില്ല. ഇനിയൊരു ഭാഗം കൂടിയുണ്ട്. അത് നാം എടുക്കുന്ന കടമാണ്. ആ കടമെടുക്കുന്നതിന് സാധാരണഗതിയിൽ നമുക്ക് അധികാരമുള്ളതാണ്. അത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത അത് സംസ്ഥാനത്തിന്റെ ചുമതലയാണ്. അതിന്റെ ഭാഗമായി എത്ര കടമെടുക്കാം എന്ന് തീരുമാനിക്കണം. നമ്മുടെ നിയമസഭ അതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് തന്നെ നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഭരണഘടന അധികാരപ്പെടുത്തുന്ന കാര്യമാണ് നാം ചെയ്തത്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. എന്നിട്ട് കേന്ദ്ര സർക്കാർ സ്വയം ആ അധികാരം അങ്ങ് ഏറ്റെടുക്കുന്നു. ഭരണഘടനാ വിരുദ്ധമാണത്, നിയമവിരുദ്ധമാണത്. പക്ഷേ അത്തരമൊരു പ്രവർത്തനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു. എന്നിട്ട് ചെയ്തതോ, കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധി വലിയ തോതിൽ വെട്ടിക്കുറക്കുന്നു. അപ്പോ കടമെടുക്കുന്നത് നാടിന്റെ വികസനത്തിനാണ്. അത് തടയലാണ് ഉദ്ദേശം. അതോടൊപ്പം തന്നെ കിഫ്ബിയും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനിയും എടുക്കുന്ന കടം നിങ്ങളുടെ കടമായി പരിഗണിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം കേരള വിരുദ്ധ സമീപനമാണ്. ആ സമീപനത്തിന്റെ കൂടെയാണ് കോൺഗ്രസ്, ആ സമീപനത്തിന്റെ കൂടെയാണ് UDF. നമ്മുടെ കേരളത്തിൽ നിന്ന് 20 പാർലമെന്റ് അംഗങ്ങളാണല്ലോ ഉള്ളത് ലോക്സഭയിൽ. ആ 20-ൽ 18 പേര് UDF-കാരാണല്ലോ. ഏതെങ്കിലും ഒരാള് ഇത്തരം നടപടിയെ ചോദ്യം ചെയ്തോ? കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? കേരളത്തിന്റെ ശബ്ദം തന്നെ ഉയരാതെ വന്നല്ലോ. മതനിരപേക്ഷത പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ കേരളത്തിന്റെ ശബ്ദം വലിയ തോതിൽ ഉയരുന്ന ഇടമാണ് ലോക്സഭ. പക്ഷേ ഈ ടേം കേരളത്തിന്റെ ശബ്ദം പൊങ്ങിയില്ല. എന്തേ കാരണം? 20-ൽ 18 UDF, അവര് നിശബ്ദം. ഇപ്പോ തുടർച്ചയായി നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന സമീപനം സ്വീകരിക്കുന്ന UDF നയത്തിന്റെ ഭാഗമാണ് ഈ നവകേരള സദസ്സിന്റെ അവരുടെ ബഹിഷ്കരണവും. ഞങ്ങൾ ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ പ്രത്യേക പ്രശ്നം അത് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിന്റെ ലംഘനമാണ്. അത് വെച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിശോധനയിലാണിത്. ഞങ്ങൾ ഈ മന്ത്രിസഭ കേരളത്തിനു വേണ്ടി ഒരു അഭ്യർത്ഥന പ്രതിപക്ഷത്തിന്റെ മുന്നിൽ വെച്ചു. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇപ്പോ തർക്കിച്ചു നിൽക്കേണ്ട സമയമല്ല. എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. നാം ഒന്നിച്ചു നിൽക്കലാണ് പ്രധാനം. നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വന്നത്. ഇതാണ് സമീപനം. UDF-ന്റേത്, കോൺഗ്രസിന്റേത്, BJP-യോട് ഒപ്പം ചേർന്നുള്ള കേരള വിരുദ്ധ സമീപനം. ഇത് കാലാകാലമായി തുടർന്നുകൊണ്ട് ജനങ്ങൾ ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞു. അതാണ് 10,000-കണക്കിൽ ആളുകളുടെ സാന്നിധ്യം ഓരോ സദസ്സിനും ഉണ്ടാകാൻ കാരണം. ആ ജനങ്ങൾ സർക്കാരിന് കൃത്യമായ സന്ദേശം നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ,
ഞങ്ങൾ കൂടെയുണ്ട്. അത് മതി. നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. CM-ന് ഉപഹാരം കൊടുക്കാനായി 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് അവർ കയറി വരേണ്ടതാണ്.